ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ 15th ക്വസ്റ്റ്യൻ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ തെർമൽ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എൻ അലൂമിനിയം ആൻഡ് സ്റ്റീൽ റോഡ്സ് ഹാവിംഗ് സെയിം ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ are joined to make total length of 120 centimeter at 30 degrees Celsius. The coefficient of linear expansion of aluminum and steel are 24 into 10 raised to minus 6 and 1.2 into 10 raised to minus 5 respectively. The length of this composite rod when its temperature is to 100 degrees Celsius is. Okay. Anyway, നമ്മളൊരു കോമ്പസിറ്റ് റോഡ് ഉണ്ടാക്കാണ്. An aluminum and a steel rod having same length and same cross section. അപ്പോൾ സെയിം ലെങ്ത്തും സെയിം ക്രോസ് സെക്ഷനും ഉള്ള രണ്ട് റോഡുകളുണ്ട് അല്ലേ. ഒരാൾ ആരാണ്? ഒരാൾ അലൂമിനിയം റോഡാണ് അല്ലേ, മറ്റേ ആള് സ്റ്റീൽ റോഡാണ് അല്ലേ. അപ്പം ഞാൻ ആ ബ്ലൂ കാണിക്കുന്നത് അലൂമിനിയം റോഡും ഈ വയലറ്റ് കാണിക്കുന്നത് സ്റ്റീൽ റോഡാണെന്ന് വിചാരിക്കാം. ശരിയാണോ? ഓക്കെ. അപ്പൊ ഇനീഷ്യലി 30 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടുപേരുടെയും ലെങ്ത് സെയിം ആണ്. ടോട്ടൽ ലെങ്ത് 120 ആണ് അല്ലേ. അപ്പൊ രണ്ടുപേരുടെയും ലെങ്ത് സെയിമും ടോട്ടൽ ലെങ്ത് 120 ആണ് ഉറപ്പിച്ചോ. ഒരാളെ ലെങ്ത് 60 ആയിരിക്കും. ഇത് 60, ഇത് 60 അല്ലേ. അപ്പൊ ഇനീഷ്യലി ഉള്ള ലെങ്ത് 30 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? 60 ആണ്. ഇനി രണ്ടുപേരുടെയും കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി. അപ്പൊ ഇനീഷ്യലി 30 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്ന ആളെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി 100 ഡിഗ്രി സെൽഷ്യസ് ആയി അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ അലൂമിനിയം വയറിന്റെയും ലെങ്ത് കൂടും, സ്റ്റീൽ വയറിന്റെയും ലെങ്ത് കൂടും അല്ലേ. ആ ഫൈനൽ ലെങ്ത് കാണാൻ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചത്. ആ ഫൈനൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഫൈനൽ ലെങ്ത് ഈക്വൽ ടു L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ കോമ്പസിറ്റ് റോഡിന്റെ ഫൈനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ലെങ്ത് ഓഫ് അലൂമിനിയം റോഡ് പ്ലസ് ഫൈനൽ ലെങ്ത് ഓഫ് സ്റ്റീൽ റോഡ്. ഇതല്ലേ നമ്മള് കോമ്പസിറ്റ് റോഡിന്റെ ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ. എടാ രണ്ടുപേരുടെയും ഇനീഷ്യൽ ലെങ്ത് സെയിം ആണ് അല്ലെ. അത് 60 ആണ് നമുക്കറിയാം. L0 എന്നെടുക്കാൻ ഞാനത്, ഇത് L0 ആണ്, ഇതും L0 ആണ്, അത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അലൂമിനിയം റോഡിന്റെ ഫൈനൽ ലെങ്ത് ഈ L അലൂമിനിയം എന്ന് പറയുന്നത് L0 ഇൻറ്റു 1 പ്ലസ് അലൂമിനിയത്തിൻ്റെ ആൽഫ വാല്യൂ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ, പ്ലസ് ഇനി സ്റ്റീലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഓഫ് സ്റ്റീൽ ഇൻറ്റു ഡെൽറ്റ ടി. ശരിയാണോ? ഇതിൽ നിന്ന് ഞാനൊരു കാര്യം ചെയ്യാം. L0 ഞാനൊന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കട്ടെ. അപ്പം L ഈക്വൽ ടു L0 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ അല്ലെ 1 പ്ലസ് 1 എന്ത് വരും? 2 പ്ലസ് ആൽഫ AL ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ആൽഫ ഇൻറ്റു സ്റ്റീൽ ഇൻറ്റു ഡെൽറ്റ ടി ഇങ്ങനെ വരും അല്ലെ. ഈ രണ്ടെണ്ണത്തിനും ഡെൽറ്റ ടി കോമൺ ആയതുകൊണ്ട് L ഈക്വൽ ടു L0 ഇൻറ്റു 2 പ്ലസ് ആൽഫ അലൂമിനിയം പ്ലസ് ആൽഫ എസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇവിടേക്ക് എഴുതേ. അപ്പൊ L ഈക്വൽ ടു L0 ഇൻറ്റു അല്ലെ 2 പ്ലസ് ആൽഫ അലൂമിനിയം പ്ലസ് ആൽഫ സ്റ്റീല് ഇൻറ്റു ഡെൽറ്റ ടി. ഇതിലെല്ലാ വാല്യൂ എനിക്കറിയാം. ആ ഇനീഷ്യലി ഉള്ള ലെങ്ത് 60 അല്ലടാ, ഇൻറ്റു 2 പ്ലസ് അല്ലെ അലൂമിനിയത്തിന്റെ എത്രയാ? 24 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 അല്ലെ. ഇതെത്രയാ? 1.2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5. ശരിയാണോ? റൈറ്റ്. ഓക്കെ. അപ്പൊ എനിക്ക് ഇതെന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശരിയല്ലേ? അങ്ങനെ കൺവേർട്ട് ചെയ്യണം. 1.2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 15 ഇടാ. എനിക്ക് 12 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 16 എഴുതാൻ പ്രശ്നമില്ലല്ലോ. ആരതാ? സ്റ്റീലിൻ്റെത് അല്ലേ. അപ്പൊ ഇത് 36 എന്ന് വരൂലേ. അതായത് 24 ഇൻറ്റു നോക്ക് 24 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ആണ് അലൂമിനിയത്തിൻ്റെത്, പ്ലസ് സ്റ്റീലിൻ്റെത് 12 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 എന്ന് വന്നു അല്ലേ.
ഇൻടു ആ ഡെൽറ്റ ടി അല്ലെ, ഇനീഷ്യലി 30 ആണ്, 100 ആക്കാണ്, അത് 70 അല്ലടാ ഡെൽറ്റ ടി വരിക. അല്ലെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 60 ഇൻടു 2 പ്ലസ് അല്ലെ, ഇത് 36 ഇൻടു 10⁻⁻6 ഇൻടു 70 എന്ന് വരും. ശരിയാണോ? അല്ലെ, അപ്പൊ ഇനി നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 60 ഇൻടു 2 പ്ലസ് അല്ലെ, ഇത് ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്താൽ 36 ഇൻടു 7, നിങ്ങൾ നോക്ക് 36 ഇൻടു 7 വന്നിട്ട് അല്ലെ 252 എന്നല്ലടാ മക്കളെ വരുന്നത് അല്ലെ. ആ 252 അപ്പൊ 270 ആണെങ്കിൽ 2520 ഇൻടു 10⁻⁻6 ഇല്ലേ അവിടെ അല്ലെ. അപ്പൊ 2520 ഇൻടു 10⁻⁻6 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 4 ഡെസിമൽ പ്ലേസിൽ 2 കൂടി വേണ്ടേ. അപ്പൊ നമുക്കത് 0.002520 എന്ന് വരും. 25 വരെ ഇതാണ്. ശരിയാണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ 60 ഇൻടു 2.0025 എന്ന് കിട്ടിയില്ലടാ അല്ലെ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 120.15 എന്നല്ലേ ആൻസർ വരിക അല്ലെ. സോ വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, സോ ഫൈനൽ ലെങ്ത് ഓഫ് ദിസ് കോമ്പോസിറ്റ് റോഡ് എത്രയാണ്? 120.15 എന്നാണ് വരിക. ഓക്കെ.